ഇടുക്കി തൊടുപുഴയിൽ അമ്മയെ മകൻ തലക്കിടിച്ചു കൊന്നു. ഇടവെട്ടി സ്വദേശി റീച്ചലാണ് മരിച്ചത്. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മകൻ ലഹരിക്കടിമയാണെന്ന് പോലീസ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മൾ ഈ കാണുന്നതാണ് ലഹരി ഉപയോഗിച്ച് സ്വന്തം മാതാപിതാക്കളെ തന്നെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന സാഹചര്യം. ഇടുക്കിയിലും അങ്ങനെ തന്നെയാണോ സംഭവിച്ചത്? സോന, അല്പം മുമ്പാണ് ഈ കൊലപാതക വിവരം പുറത്തറിയുന്നത്. ഉടൻ തന്നെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ മകനായ 36 വയസ്സുകാരനായ ലിജോ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. തൊടുപുഴ ഇടവെട്ടി സ്വദേശി, ഇടവെട്ടി മയിലാടുംപാറ സ്വദേശിയായ റേച്ചൽ ജോസഫ് 63 വയസ്സുകാരിയാണ്. റേച്ചൽ ജോസഫിനെയാണ് മകൻ 36 വയസ്സുകാരനായ ലിജോ മരക്കഷ്ണം കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസ് നമുക്കിപ്പോൾ നൽകുന്ന വിവരം. അല്പം മുമ്പാണ് ഈ വിവരം പുറത്തു വരികയും പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തത്. ഉടൻ തന്നെ ഇയാളെ പിടികൂടി എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഇയാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് തൊടുപുഴ സ്റ്റേഷനിൽ ഇയാളെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇയാൾ ലഹരിക്കടിമയാണെന്നും ഇയാൾ മുമ്പ് ചില ക്രിമിനൽ കേസുകളിൽ കൂടി ഉൾപ്പെട്ട ആളാണെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട്. പ്രാഥമികമായി അവർ അന്വേഷണത്തിൽ ലഭിച്ച വിവരമാണ്. അത് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇയാൾ ലഹരിക്ക് അടിമയായതുകൊണ്ട് തന്നെ വീട്ടിൽ വലിയ ബഹളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഇപ്പോൾ സംഭവിച്ചത് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്നാണ് പോലീസ് അവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. ഉടൻ തന്നെ പോലീസ് ഇയാളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. 36 വയസ്സുകാരനായ ലിജോ എന്ന ആളാണ് അമ്മ റേച്ചലിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. കട്ടളപ്പടിയുടെ തടിക്കഷ്ണം കൊണ്ടാണ് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പ്രാഥമിക വിവരം. രക്തത്തിൽ കുളിച്ചു കിടന്ന മൃതശരീരമാണ് പോലീസ് കണ്ടെത്തുന്നത്. തുടർന്നുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇയാളിപ്പോൾ തൊടുപുഴ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. സോന. ശരി, ആൽവിൻ തോമസ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.